മൈക്രോ ഫിനാൻസ് തട്ടിപ്പ് കേസിൽ SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനെതിരായ ആദ്യ കുറ്റപത്രത്തിന് അംഗീകാരം നൽകിയിരിക്കുകയാണ് വിജിലൻസ് ഡയറക്ടർ. വയനാട് യൂണിയനുമായി ബന്ധപ്പെട്ട് നടന്ന 10 ലക്ഷം രൂപയുടെ തട്ടിപ്പിൽ അന്വേഷണം പൂർത്തിയായി. ഇക്കാര്യം അന്വേഷണ സംഘം ഹൈക്കോടതിയെ അറിയിച്ചു. വിഷ്ണു സുരേഷ് ഉണ്ട് കൊച്ചിയിൽ നിന്ന്. വിഷ്ണു, അങ്ങനെ കഴിഞ്ഞ സർക്കാരിന്റെ കാലത്തൊക്കെ തന്നെ ആ സർക്കാരുമായി വലിയ രീതിയിൽ ചേർന്ന് നിന്നതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങളിൽ നിന്നൊക്കെ തന്നെ വെള്ളാപ്പള്ളി നടേശന് ചെറിയ തരത്തിലെങ്കിലും ആശ്വാസം കിട്ടിയതാണ്. പക്ഷേ പുതിയ സർക്കാർ വരുമ്പോൾ വെള്ളാപ്പള്ളി നടേശന്റെ കാര്യം കുറച്ച് കടുപ്പമാണ്. ഇല്ലെങ്കിൽ അദ്ദേഹത്തിന് രക്ഷയില്ല എന്ന് വേണമെങ്കിൽ മനസ്സിലാക്കണം. അനിലോ, ഇന്നലെ ഈ കേസ് ഹൈക്കോടതി പരിഗണിച്ച ഘട്ടത്തിൽ അന്വേഷണ ഉദ്യോഗസ്ഥന് അതിരൂക്ഷ വിമർശനം ഉണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹം 2016 ഈ കേസ് നടക്കുന്നത്. അദ്ദേഹത്തിന് കേസ് ഏറ്റെടുക്കുന്നത് 2024. നിലവിൽ ആദ്യ കേസിന്റെ അന്വേഷണം പൂർത്തിയാക്കാൻ SP ശശിധരന് സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അദ്ദേഹം ആദ്യ കേസിന്റെ അന്വേഷണം പൂർത്തിയാക്കി കുറ്റപത്രം വിജിലൻസ് ഡയറക്ടർക്ക് സമർപ്പിക്കുകയും വിജിലൻസ് ഡയറക്ടർ ആ കുറ്റപത്രത്തിന് അംഗീകാരം നൽകുകയും ചെയ്തു. വയനാട് യൂണിയനുമായി ബന്ധപ്പെട്ട് 10 ലക്ഷം രൂപയുടെ മൈക്രോ ഫിനാൻസ് തട്ടിപ്പിലാണ് ഇപ്പോൾ കുറ്റപത്രം സമർപ്പിച്ചിട്ടുള്ളത്. വെള്ളാപ്പള്ളി നടേശൻ, അതോടൊപ്പം തന്നെ മറ്റ് വയനാട്ടിലെ യൂണിയൻ ഭാരവാഹികൾ അടക്കമുള്ള ആളുകളാണ് ഈ കേസിൽ പ്രതികൾ. അഴിമതി നിരോധന നിയമം ഈ കേസിൽ ചുമത്തിയിട്ടുള്ളതിനാൽ ഇനിയിപ്പോൾ സർക്കാരിന്റെ അനുമതി കൂടി ലഭിക്കണം. അതിനുശേഷം മാത്രമേ വിചാരണ നടപടിയിലേക്ക് കടക്കുകയുള്ളൂ. മൈക്രോ ഫിനാൻസ് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ആകെ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് 70 കേസുകളാണ്. അതിൽ ആദ്യ കേസിലാണ് ഇപ്പോൾ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. 2016 മുതലുള്ള ഒരു അന്വേഷണവും പല ആളുകൾ അന്വേഷിക്കുകയൊക്കെ ചെയ്ത ഒരു സംഭവമാണ്. ഇപ്പോൾ 10 വർഷത്തിനിപ്പുറമാണ് ആദ്യ കേസിൽ കുറ്റപത്രത്തിന് അംഗീകാരം ലഭിച്ചിട്ടുള്ളത്. ഇനി അതിൽ പ്രോസിക്യൂഷൻ അനുമതി കൂടി ലഭ്യമാകണം. 2 കേസിന്റെ അന്വേഷണം കൂടി പൂർത്തിയാക്കി അതും ഈ കുറ്റപത്രത്തിന് അംഗീകാരം ലഭിക്കുന്നതിന് വേണ്ടി വിജിലൻസ് ഡയറക്ടർക്ക് കൈമാറിയ കാര്യവും അന്വേഷണ ഉദ്യോഗസ്ഥൻ ഹൈക്കോടതിയെ അറിയിച്ചിട്ടുണ്ട്. അനിൽ, ആകെ 70ഓളം കേസുകളുണ്ട്. അതിൽ 2 കൂടി അന്വേഷണം പൂർത്തിയായിട്ടുണ്ട്. അതിൽ കൂടി വൈകാതെ തന്നെ കുറ്റപത്രം കൊടുക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും വെള്ളാപ്പള്ളിക്ക് അദ്ദേഹത്തിന് ഇനിയുള്ള കാലം, ഇല്ലെങ്കിൽ ഇനി ഈ പുതിയ സർക്കാരിന്റെ കാലഘട്ടത്തിൽ നേരിടേണ്ടി വരുന്നത്, ഇല്ലെങ്കിൽ ഇതിനകത്ത് അദ്ദേഹത്തിന് ഒരു തരത്തിലുള്ള ഇളവും ഉണ്ടാകില്ല എന്ന് തന്നെയാണ് വരുന്നത്. വിഷ്ണു സൂചിപ്പിച്ച പോലെ തന്നെ അന്വേഷണ ഉദ്യോഗസ്ഥനെതിരെ വലിയ വിമർശനം കോടതി ഉയർത്തിയ സാഹചര്യത്തിൽ കൂടി സർക്കാർ ഒന്നുകൂടി കടുപ്പിക്കാൻ കൂടി സാധ്യതയുണ്ട്. അതായത് ഞാൻ വീണ്ടും ചോദിച്ചത് 70ഓളം കേസുകൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഉണ്ട്. അതിലിപ്പോൾ 2 കേസുകൾ കൂടി അന്വേഷണം പൂർത്തിയായിട്ടുണ്ട്. വൈകാതെ തന്നെ ഇതിലും കുറ്റപത്രം സമർപ്പിക്കുമെന്നല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത്? അനില്, 2 കേസിന്റെ അന്വേഷണം പൂർത്തിയായിട്ടുണ്ട്. അതിന്റെ കുറ്റപത്രം അത് സമർപ്പിച്ചിട്ടുണ്ട്. അംഗീകാരം ലഭിച്ചിട്ടില്ല. അതിനു കൂടി ഉടനെ അംഗീകാരം ലഭിക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇതിൽ ഇന്നലെ കോടതി പറഞ്ഞത് അന്വേഷണം, അതായത് 70 കേസുകളുടെയും അന്വേഷണ റിപ്പോർട്ട്, കുറ്റപത്രമല്ല അന്വേഷണ റിപ്പോർട്ട്, അത് കോടതിയിൽ 3 ആഴ്ചക്കകം സമർപ്പിക്കണമെന്നാണ് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. അതിനു മുൻപാണ് ഇപ്പോൾ ശശിധരന്റെ നേതൃത്വത്തിലുള്ള സംഘം ഈ കേസിൽ കുറ്റപത്രം വരെ എത്തിച്ചിരിക്കുന്നത്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു അന്വേഷണ ഉദ്യോഗസ്ഥന്റെ അല്ലെങ്കിൽ അന്വേഷണ സംഘത്തിന്റെ വളരെ പ്രധാനപ്പെട്ട ഇടപെടലായി കണക്കാക്കാം. ഇനിയിപ്പോൾ അടുത്ത 9-ാം തീയതിയാണ് കേസ്, 7-ാം തീയതിയാണ് കേസ് ഹൈക്കോടതി പരിഗണിക്കുന്നത്. ആ ഘട്ടത്തിൽ ഈ കുറ്റപത്രത്തിന്റെ മറ്റ് 2 കേസുകളുടെ അന്വേഷണം പൂർത്തിയായ കാര്യം കൂടി കോടതിയെ അറിയിക്കും. ഒപ്പം ഈ അന്വേഷണ റിപ്പോർട്ട് എന്ന് സമർപ്പിക്കാനാകുമെന്ന കാര്യത്തിൽ കൂടി ഒരു വ്യക്തത അന്നത്തെ ദിവസം അറിയിക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. മൈക്രോ ഫിനാൻസ് തട്ടിപ്പ് കേരളമേറെ ചർച്ച ചെയ്യപ്പെട്ട ഒന്നാണ്. പ്രത്യേകിച്ച് മുൻ മുഖ്യമന്ത്രിയായിരുന്ന VS അച്യുതാനന്ദൻ അടക്കമുള്ള ആളുകളാണ് ഈ കേസുമായി മുന്നോട്ട് വന്നത്. പല ഘട്ടങ്ങളിലും പല പ്രതിഷേധങ്ങൾക്കൊക്കെ നേതൃത്വം നൽകിയത്. അങ്ങനെ കേരളം വലിയ രീതിയിൽ ചർച്ച ചെയ്ത ഒരു കേസ് കൂടിയാണിത്. അതിൽ 10 വർഷമായിട്ടും കാര്യമായ ഡെവലപ്മെന്റുകളൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ കോടതി തന്നെ ഇടപെട്ടാണ് ഈ കേസ് അന്വേഷിക്കാൻ ശശിധരനെ ഏൽപ്പിച്ചത്. അതിനുശേഷം അദ്ദേഹം കേസ് ഏറ്റെടുത്ത് ഒരു 4 മാസം 5 മാസത്തിനിപ്പുറം ആദ്യ കേസിൽ കുറ്റപത്രം സമർപ്പിച്ചിട്ടുണ്ട്. 2 കേസിൽ അന്വേഷണം പൂർത്തിയാക്കാൻ സാധിച്ചു. ആദ്യ കേസിന്റെ കുറ്റപത്രത്തിനാണ് ഇപ്പോൾ വിജിലൻസ് ഡയറക്ടർ അംഗീകാരം നൽകിയത്. 2 കേസുകൾ കൂടി അംഗീകാരം ഉടൻ ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. മറ്റ് കേസുകളുടെ അന്വേഷണം ദ്രുതഗതിയിൽ പൂർത്തിയാക്കാനാകുമെന്ന പ്രതീക്ഷയാണ് അന്വേഷണ സംഘം പങ്കുവെക്കുന്നത്. ഈ കേസുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ അന്വേഷണവുമായി ബന്ധപ്പെട്ടുള്ള ഒരു സമഗ്ര റിപ്പോർട്ട് എന്നത്തേക്ക് സമർപ്പിക്കാനാകുമെന്ന കാര്യത്തിൽ ജൂലൈ 9-ാം തീയതിയോടുകൂടി അന്വേഷണ സംഘം കോടതിയെ അറിയിക്കുമെന്ന് നമുക്ക് വിവരം ലഭിക്കുന്നു. ഇപ്പോൾ വയനാട് രജിസ്റ്റർ ചെയ്തിട്ടുള്ള 15 ലക്ഷം, വയനാട് യൂണിയനുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുള്ള 10 ലക്ഷത്തിന്റെ ക്രമക്കേടുമായി ബന്ധപ്പെട്ടുള്ള കേസിലാണ് കുറ്റപത്രം സമർപ്പിച്ചിട്ടുള്ളത്. വെള്ളാപ്പള്ളിയെ സംബന്ധിച്ച് ഇത് ഒരൽപ്പം പ്രതിസന്ധി ഉണ്ടാക്കുന്ന കാര്യമാണ് അന്വേഷണ സംഘത്തിന്റെ ഭാഗത്ത് ഉണ്ടായിട്ടുള്ളത്.
അനിൽ. അതായത് 1-2 വർഷമല്ല വിഷ്ണു, 10 വർഷം 2016 തുടങ്ങിയതാണ് ഈ കേസിന്റെ ഓരോ നാൾവഴികളൊക്കെ തന്നെ പരിശോധിക്കുമ്പോൾ. അവിടെ നിന്ന് 10 കൊല്ലത്തിൽ അദ്ദേഹം ആദ്യഘട്ടത്തിൽ LDF സർക്കാരിന്റെ ഒന്നാം LDF സർക്കാരിന്റെ കാലഘട്ടത്തിലൊക്കെ തന്നെ കുറഞ്ഞ് ഇടഞ്ഞു നിന്നതാണ്. പക്ഷേ പിന്നീട് വന്ന പിണറായി വിജയനും അടക്കമായുള്ള ആളുകളുമായി വലിയ ബന്ധം, അദ്ദേഹത്തെ കാറിൽ കയറ്റുന്നു അടക്കം പല കാര്യങ്ങളോട് വന്നതോടുകൂടിയാണ് ഈ കേസിൽ ഒരു അയവ് വരികയെന്നും ഇല്ലെങ്കിൽ മറ്റു കാര്യങ്ങളിലൊക്കെ നമ്മൾ പറയുന്ന ഒരു മെല്ലെപ്പോക്ക് അടക്കം ഉണ്ടാവുന്നതും ഒക്കെ തന്നെ ചെയ്യുന്നത്. ആ കാര്യങ്ങളടക്കം ചൂണ്ടിക്കാണിച്ചാണ് കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയിൽ നിന്ന് രൂക്ഷ വിമർശനം ഉയർന്നതും ഒക്കെ തന്നെ. അപ്പോൾ പുതിയ സർക്കാർ, പ്രത്യേകിച്ച് മുഖ്യമന്ത്രി VD സതീശൻ ഒട്ടും തന്നെ വെള്ളാപ്പള്ളി നടേശനുമായി അക്കാര്യങ്ങളൊന്നും തന്നെ അദ്ദേഹത്തിന് മറക്കാൻ പോലും ആവില്ല. ഒരു രാഷ്ട്രീയ വകപോക്കലൊന്നും നമ്മൾ ഈ ഘട്ടത്തിൽ പറയുന്നില്ല. എന്നിരുന്നാൽ പോലും അദ്ദേഹം ഒരു തരത്തിലുള്ള ദയോ ദാക്ഷിണ്യമോ അല്ലെങ്കിൽ കഴിഞ്ഞ സർക്കാരിൽ നിന്ന് ഉണ്ടായി എന്ന് പറയുന്ന അത്തരത്തിലുള്ള ആനുകൂല്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടാവാനോ ഇല്ലെങ്കിൽ കാണിക്കാനോ സാധ്യതയില്ല. അല്ല, അത്തരത്തിലുള്ള സാധ്യതയില്ല. പ്രോസിക്യൂഷൻ അനുമതി ലഭ്യമാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കാരണം അഴിമതി നിരോധന നിയമം ചുമത്തുകയും അതിൽ കൃത്യമായ അന്വേഷണം നടത്തുകയും അതിന്റെ കുറ്റപത്രം സമർപ്പിക്കുകയും വിജിലൻസ് അത് അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. സ്വാഭാവികമായി ഇനി പ്രോസിക്യൂഷൻ അനുമതി മാത്രമാണ് ലഭ്യമാകാനുള്ളത്. അതിൽ മറ്റ് തടസ്സങ്ങളൊന്നും ഉണ്ടാകില്ല. പ്രോസിക്യൂഷൻ അനുമതി ഉടൻ ലഭ്യമാകുമെന്ന പ്രതീക്ഷയാണ് അന്വേഷണ സംഘം പങ്കുവെക്കുന്നത്. അങ്ങനെയെങ്കിൽ ഉടൻ തന്നെ ആ കുറ്റപത്രം കോടതിയിലേക്ക് എത്തും. അതിനുശേഷം രണ്ടാമത്തും 2-3 കേസുകളിലെ കുറ്റപത്രം കൂടി അംഗീകാരം ലഭിച്ച ശേഷം അതും പ്രോസിക്യൂഷൻ അനുമതി. അങ്ങനെ തുടർച്ചയായി ഒരു 5 കുറ്റപത്രമെങ്കിലും ഉടനടി കൊടുക്കാനാകുമെന്ന പ്രതീക്ഷയാണ് അന്വേഷണ സംഘം പങ്കുവെക്കുന്നത്. ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യമുള്ളത് 2016 മുതൽ 2024 വരെ ഈ കേസ് എങ്ങും എത്തിയിരുന്നില്ല. പല ആളുകൾ വിവരങ്ങൾ കൊച്ചിയിൽ നിന്ന്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.